കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് പുറത്തിറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തിന്മേലുള്ള സർക്കാർ നിലപാട് വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചത്. ജനവാസ മേഖലകൾ, കൃഷിഭൂമികൾ, തോട്ടങ്ങൾ എന്നിവ പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഇത് പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലപാടാണ് ഓഫീസ് മെമ്മോറാണ്ടത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ തുടർച്ചയായി വിജ്ഞാപനം ഉടൻ ഇറങ്ങും. ഇതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തടസ്സമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, അത് നോട്ടിഫിക്കേഷൻ എന്ന് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ അതോ നാളെ കഴിഞ്ഞോ, ഇത് ഇന്റൻഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഡിസിഷൻ ഈസ് ദെയർ. ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ടാകില്ല. നവംബർ 13 മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കും. എന്നാൽ 2500 സ്ക്വയർ കിലോമീറ്റർ പ്രദേശങ്ങൾ ഒഴിവാക്കിയതിനാൽ കേരളത്തിന് ആശങ്കപ്പെടാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓഫീസ് മെമ്മോറാണ്ടം സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാലാണ് കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. ഇതിന്റെ പേരിൽ ആരും മനപ്പായസം ഉണ്ണേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഒരാശങ്കയും ആർക്കും വേണ്ട. ഇതിന്റെ പേരിൽ രാഷ്ട്രീയമായ മനപ്പായസം ഉണ്ണുന്നവർ മണിക്കൂറുകൾക്കുള്ളിൽ നിരാശപ്പെടേണ്ടി വരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, വൈസ് പ്രസിഡന്റ് VD സതീശൻ എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല യോഗമാണ് ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയ സാഹചര്യം വിലയിരുത്താനായി യോഗം ചേർന്നത്. മീഡിയ 1 തിരുവനന്തപുരം.